ഒരു ദിവസം യാദൃശ്ചികമായി നജീമയുടെ ഫോൺ പരിശോധിച്ച നൂറിന്റെ ഉള്ളിൽ തീ കോരിയിട്ടു. സ്വന്തം ജ്യേഷ്ഠനും ഭാര്യയും തമ്മിലുള്ള അശ്ലീല ചാറ്റുകളും വീഡിയോ കോളുകളും ഫോട്ടോകളും കണ്ട് അവൻ തകർന്നുപോയി. ഫുൾ കർണാടകയിലെ ഗംഗാവതി എന്ന സ്ഥലം. അവിടെ സ്നേഹത്തിന്റെയും ഒത്തൊരുമയുടെയും പര്യായമായി അറിയപ്പെട്ടിരുന്ന ഒരു വീടുണ്ടായിരുന്നു. ആ വീടിന്റെ നെടുംതൂണുകൾ നൂറും ഹുസൈനും എന്ന രണ്ട് സഹോദരങ്ങളായിരുന്നു. 32 വയസ്സുള്ള ഹുസൈൻ കൺസ്ട്രക്ഷൻ ജോലികൾ നോക്കി നടത്തുമ്പോൾ 28-കാരനായ അനുജൻ നൂർ ഹോൾസെയിൽ തുണിക്കച്ചവടവുമായി മുന്നോട്ടു പോകുന്നു. വെറും സഹോദരങ്ങൾ എന്നതിലുപരി ഒരേ ആത്മാവുള്ള രണ്ട് ശരീരങ്ങൾ പോലെയായിരുന്നു അവർ. വിവാഹശേഷം വേറെ വീടുകളിലേക്ക് മാറിത്താമസിക്കുന്ന പതിവ് രീതികൾക്ക് വിപരീതമായി ഒരേ വീട്ടിൽ ഒരേ അടുക്കളയിൽ ഉണ്ടിറങ്ങി കഴിയാനായിരുന്നു അവർ ആഗ്രഹിച്ചത്. അതിനായി ഒരേ കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടികളെ തന്നെ അവർ ജീവിതസ്ഥിതികളാക്കി. നൂറിന്റെ ഭാര്യയുടെ പേര് നജീമ എന്നായിരുന്നു. ഉപ്പയും ഉമ്മയും ഭാര്യമാരും അടങ്ങുന്ന ആ സ്വർഗതുല്യമായ വീട്ടിൽ സന്തോഷം മാത്രം അലടിച്ചു. പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. നൂറിന്റെ ജോലി സംബന്ധമായ യാത്രകൾ ആ വീടിന്റെ താളം തെറ്റിച്ചു. തുണിക്കച്ചവടത്തിനായി നൂർ ദിവസങ്ങളോളം വീടിന് പുറത്തായിരിക്കും. ഈ സമയങ്ങളിൽ ഹുസൈനും നൂറിന്റെ ഭാര്യ നജീമയും തമ്മിൽ അരുതാത്ത ഒരു ബന്ധം ഉടലെടുത്തു. ഹുസൈന് സ്വന്തം അനിയന്റെ ഭാര്യയോടുള്ള താൽപര്യം വിവാഹത്തിന് മുൻപേ തുടങ്ങിയതായിരുന്നുവെങ്കിലും നൂറിന്റെ അസാന്നിധ്യം അതിനൊരു വളമായി മാറി. ഒരു ദിവസം യാദൃശ്ചികമായി നജീമയുടെ ഫോൺ പരിശോധിച്ച നൂറിന്റെ ഉള്ളിൽ തീ കോരിയിട്ടു. സ്വന്തം ജ്യേഷ്ഠനും ഭാര്യയും തമ്മിലുള്ള അശ്ലീല ചാറ്റുകൾ